ത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഞാൻ ഈ അടുത്ത് ഇവിടെ കുവൈത്തിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു, ഓരോ പള്ളിയുടെയും മുമ്പിൽ ഓരോ പെട്ടി. ആ പെട്ടി എന്താണ്? അവിടെയുള്ള അറബിയുള്ളവരുടെ പഴയ കുപ്പായങ്ങൾ കൊണ്ടുപോയി, അതുപോലെ പഴയ പർദ്ദകളും കൊണ്ടുപോയി ആ പെട്ടിയിൽ നിക്ഷേപിക്കുകയാണ്. അതൊരുമിച്ച് കൂട്ടിയിട്ട് അവർ ഫലസ്തീനിലേക്ക് കൊടുത്തേക്കുകയാണ്, സിറിയയിലേക്ക് കൊടുത്തേക്കുകയാണ്. കാരണം ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എത്രയോ സഹോദരീ സഹോദരന്മാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾ പട്ടിണി കിടക്കുന്നവർ, ചോര വെട്ടുന്നവർ, ഉടുതുണിയില്ലാത്തവർ, മറുതുണിയില്ലാത്തവർ അല്ലാഹുവക്ക് കുറച്ച് നിഅമത്ത് തന്നപ്പോ മതിമറന്നു പോകല്ലേ ചെറുപ്പക്കാരാ. ഏതെങ്കിലും ഒരു മുസീബത്ത് അല്ലാഹു തആലയുടെ നാടുകളിൽ ഇറക്കിയാൽ ആർക്ക് തടുക്കാൻ കഴിയും? ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് തന്നെ വളരെയേറെ ചിന്തിച്ചുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഭർത്താക്കന്മാരോട് നിങ്ങൾ പറയണം, നിങ്ങളെ മക്കളോട് നിങ്ങൾ പറയണം, ആവശ്യത്തിന് തുണിയുണ്ട്, ആവശ്യത്തിന് ചുരിദാറുണ്ട്, ആവശ്യത്തിന് ഞങ്ങൾക്ക് അതാ പർദ്ദയുണ്ട്, ആവശ്യത്തിന് ഞങ്ങൾക്ക് വേണ്ടതൊക്കെയുണ്ട്, ഇനി ഞാൻ പറഞ്ഞാലേ എടുക്കേണ്ടതുള്ളൂ എന്ന് പറയാനുള്ള ഈമാൻ എന്റെ ഉമ്മമാരെ നിങ്ങൾ കാണിക്കണേ. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരു തുണി കാണും, ഏതെങ്കിലും ഒരാളെ കയ്യിൽ ഒരു വസ്തു കാണുമ്പോ അതുപോലെ എനിക്കും വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് എത്രയെത്ര ഭർത്താക്കന്മാരുടെ മനസ്സിനെയാണ് പല സ്ത്രീകളും ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെയല്ലല്ലോ ജീവിക്കേണ്ടത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ അല്ലേ? ബുദ്ധിമുട്ടിക്കരുത് എന്നതല്ലേ ഇവിടെയൊക്കെ ഖുർആൻ പ്രത്യേകം പഠിപ്പിക്കുന്ന ആശയം. നീ ആഹ്ലാദിച്ചു നടന്നാൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നീ അതാ കയ്യും വീശിയിട്ട് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന നിലക്ക് വണ്ടി എടുത്തു പോയാൽ, അതുപോലെ തന്നെ നീ അതാ ഒരു സ്ഥലത്ത് ബ്ലോക്കാക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ ബുദ്ധിമുട്ടല്ലേ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ. കൊതുകിന്റെ സ്വഭാവമാണ്, കരിങ്കന്നിയുടെ സ്വഭാവമാണ്, ചെലന്തിയുടെ സ്വഭാവമാണ്, വിഷജന്തുക്കളുടെ സ്വഭാവമാണ്, അതുപോലെ തന്നെയുള്ള മൃഗങ്ങളുടെ സ്വഭാവമാണ്. മനുഷ്യൻ മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യേണ്ടവനാണ്, മറ്റു മനുഷ്യർക്ക് ഉപകാരം ചെയ്യേണ്ടവനാണ്, ആരെയും ശല്യം ചെയ്യേണ്ടവനല്ല, ഒരു ജീവിയെയും ശല്യം ചെയ്യേണ്ടവനല്ല. وَاقْصِدْ فِي مَشِيكَ وَاغْضُضْ مِنْ صَوْتِكَ إِنَّ أَنْكَرَ الْأَصْوَاتِ لَصَوْتُ الْحَمِيرِ. നീ കഴുതക്കൂറ്റെടുത്താൽ, നീ അമിതമായി ശബ്ദിച്ചാൽ അതിന്റെ വിഷമം എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നീ കഴുതക്കൂറ്റ് അമിതമായ ശബ്ദമുയർത്തരുത്. ഖുർആൻ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം നമ്മെ പഠിപ്പിക്കുകയാണ്. നല്ല